സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് പ്രവേശനോത്സവ ആഘോഷത്തിനൊരുങ്ങുകയാണ്. അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ വീണ്ടും സജീവമാകുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നൊരു സങ്കടവാർത്ത കൂടി പറയാനുണ്ട്. 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അഞ്ചരക്കണ്ടി മാമ്പ LP സ്കൂൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. ഈ അധ്യയന വർഷം ഒരു കുട്ടി പോലും പഠിക്കാനില്ലാത്തതിനെ തുടർന്നാണ് ഈ വിദ്യാലയം എന്നേക്കുമായി അടച്ചുപൂട്ടാൻ നിർബന്ധിതരായത്. നൂറ്റാണ്ടുകളുടെ അറിവിന്റെ വെളിച്ചം പകർന്ന ഒരു സ്കൂൾ കൂടി കേരളത്തിൽ പൂട്ടുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചരക്കണ്ടിയിലെ മാമ്പ LP സ്കൂളിലാണ്. ഇന്ന് ജൂൺ 1 സംസ്ഥാനമൊട്ടാകെ പ്രവേശനോത്സവം ആഘോഷിക്കുമ്പോൾ ഈ സ്കൂളിൽ പക്ഷേ കുട്ടികളില്ല. അവസാനിച്ചത് 8 കുട്ടികളായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അതിൽ 2 കുട്ടികൾ 5ാം ക്ലാസ് കഴിഞ്ഞ് അവരടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവസാനിച്ച 6 കുട്ടികളുണ്ടായിരുന്നു. അവർ TC വാങ്ങി മറ്റ് സ്കൂളുകളിലേക്ക് പോയതോടെയാണ് സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വരുന്നത്. എന്തായാലും ഇന്ന് സ്കൂളിൽ കുട്ടികളൊന്നും അഡ്മിഷന് ഇല്ല. ആ ഒരു ഘട്ടത്തിലാണ് സ്കൂൾ പൂട്ടേണ്ടി വരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഈ സ്കൂളിന്. 1862 ഈ മാമ്പ LP സ്കൂൾ ഇത് കെട്ടിടുന്നത്. അതായത് 160 വർഷത്തെ പഴക്കമുണ്ട് ഈ സ്കൂൾ കെട്ടിടത്തിന്. ഇവിടുത്തെ നാട്ടിൽ മൺമറഞ്ഞു പോയ പലരും പോലും പഠിച്ചിരുന്ന വിദ്യാലയമാണ്. പ്രതാപകാലത്ത് 160ഓളം വിദ്യാർത്ഥികൾ വരെ ഒരു കാലത്ത് ഇവിടെ ഓടിക്കളിച്ചിരുന്ന മുറ്റമായിരുന്നു ഈ സ്കൂളിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കാലക്രമേണ കുറഞ്ഞു വന്നപ്പോൾ 0 എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവശേഷിച്ച 5 അധ്യാപകരായിരുന്നു ഉണ്ടായിരുന്നതിൽ HM ഇന്നലെ റിട്ടയർഡായി. ബാക്കി അവശേഷിച്ച ഒരാൾ അപ്രൂവ്ഡ് അല്ല, ഡെയിലി വേസാണ്. ബാക്കി 3 അധ്യാപകരാണ് ഇനി അവശേഷിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും സ്റ്റാഫ് ഫിക്സേഷൻ അനുസരിച്ച് അവരെ പുനർവിന്യസിക്കും എന്നാണ് AEO അറിയിച്ചിട്ടുള്ളത്. കുട്ടികൾ ഇല്ലാതായതോടെ ഇനി അവശേഷിക്കുന്നത് ചില സാങ്കേതികമായ നടപടികൾ മാത്രമാണ്. ഇന്ന് കുട്ടികളുടെ എണ്ണം അത് സർക്കാരിൻ്റെ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ്. ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 0 എന്ന് ഇവിടുത്തെ അധ്യാപകർ രേഖപ്പെടുത്തും. സ്വാഭാവികമായിട്ടും 6 ദിവസത്തിനുള്ളിൽ സ്കൂൾ തുറന്ന് 6 ദിവസത്തിനുള്ളിലാണ് ആ നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. അത് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇനി ഈ സ്കൂളിൻ്റെ തുടർ നടപടികൾ, അതായത് പൂട്ടണം മറ്റു കാര്യങ്ങൾ അതിന് തീരുമാനിക്കേണ്ടത്. അത് വൈകാതെ തന്നെ അതിൻ്റെ ഉത്തരവും ഇറങ്ങും. എന്തായാലും മാമ്പ LP സ്കൂൾ പൂട്ടുന്നതോടെ അഞ്ചരക്കണ്ടിയിലെ തന്നെ ചരിത്രത്തിലെ സങ്കടകരമായിട്ടുള്ള ഒരു അധ്യായമാണ് ഇവിടെ അവസാനിക്കുന്നത്. അഞ്ചരക്കണ്ടിയിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.